കടന്നു വന്ന ദൈവവൃത്തി വാത്സല്യ സഭയിലുള്ള വാത്സല്യ സഹോദരീശ്വരന്മാർ, കുഞ്ഞുങ്ങൾ, ശേഷാൽ എന്റെ വൈഫിന്റെ സഹോദരന്റെ മകൾ ഹേവാഭിധി ഇവരോടൊക്കെ ഒന്നിച്ച് ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു CSI കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവിന് ഭാഗ്യം നൽകിയിരുന്നു. 19ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനായിട്ട് സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. ചർച്ച് ഓഫ് ഗോഡിന്റെ മുളക്കഴിവുള്ളതായ ബൈബിൾ സ്കൂളിൽ കടന്നുപോയി ദൈവവചനം പഠിപ്പാനുള്ളതായ അവസരം കർത്താവ് നൽകി തന്നു. അങ്ങനെ കഴിഞ്ഞ 43 വർഷമായി കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഇന്ന് ശുശ്രൂഷിക്കുന്നത് 14ാമത്തെ ലോക്കൽ സഭയിലാണ്. അത് കോട്ടയം ഈസ്റ്റ് സെന്ററിന്റെ പാസ്റ്ററായിട്ടും അതുപോലെ പുതുപ്പള്ളി സഭയുടെ ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി തന്നിട്ടുണ്ട്. മൂത്ത മകൻ ജെയ്സൺ വി കുഞ്ഞമ്മൻ അബുദാബിയിൽ മുസഫ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് ജോലിയോടുള്ള ബന്ധത്തിൽ സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ചില പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ടായിരിക്കാൻ കർത്താവ് അവസരം നൽകി തന്നു. ഈ ദിവസങ്ങളൊക്കെ കർത്താവ് ഞങ്ങളെ ഈ പ്രദേശങ്ങളിൽ പരിപാലിക്കുന്നു. രണ്ടാമത്തെ മകൾ കുടുംബവും ദൈവവേലയിൽ ചെങ്ങന്നൂരിൽ അതേ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഇളയ മകൻ കോയമ്പത്തൂരിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും അവനും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തയ്ക്കായും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 43 വർഷത്തെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ വിവിധ പ്രതിസന്ധികൾ, വിവിധ ഭാരങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും കർത്താവ് നല്ല കർത്താവായതുകൊണ്ട് ഇന്നുവരെയും ജയത്തോടെ നിർത്തി ജയത്തോടെ പരിപാലിച്ചു. അവരുടെ എല്ലാ ദാനങ്ങൾക്കായും വിശ്വസ്തയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു സഭയിലെ സഭായോഗം നടത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് ദീർഘസമയങ്ങളിൽ ശുശ്രൂഷിപ്പാൻ കൊണ്ടും ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ തന്ന ആ സമയത്തിന് നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കൊണ്ടും കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഞാൻ വായിക്കണം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈത്തിൽ താണിരിക്കുകയും അവൻ നിങ്ങൾക്കായി കരുതവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താക്കലും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് ഓർപ്പിക്കുന്നത് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുകയും. ദൈവത്തിന്റെ കയ്യെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ കയ്യ് എങ്ങനെയുള്ള കയ്യ? ബലമുള്ളതായ ആ കയ്യാണ്. നമ്മുടെ കയ്യ് ബലഹീനമായ കയ്യാണ്. മാനുഷികമായ കരങ്ങൾക്ക് പരിമിതിയുണ്ട്. പരിമിതിയില്ലാത്ത ആ ബലമുള്ള കരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഇവിടെ ഒരു സഹോദരി സാക്ഷിച്ചപ്പോൾ ഓർപ്പിച്ചു, ദൈവത്തിന്റെ കയ്യ് ഉയർന്നിരിക്കുന്നു, ദൈവത്തിന്റെ കയ്യ് വീര്യം പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിച്ച സഹോദരന്മാരും ആ ദൈവത്തിന്റെ ആ കയ്യെക്കുറിച്ച് അവർ ഓർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ കൈ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് അനേക വിഷയങ്ങൾ പ്രാർത്ഥനാ വിഷയമായി ഇന്ന് പകൽവേളയിൽ നാം ദൈവസന്നിധിയിൽ വെച്ചു. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവത്തിന്റെ കയ്യെ ആ സ്ഥാനം ചലിപ്പിക്കുമെന്ന്? വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു വിടുതൽ നാം കാണുവാൻ പോകുകയാണ്. ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് ഒത്തിരി അത്ഭുതങ്ങൾ അനുഭവിച്ച ദൈവമക്കൾ സാക്ഷ്യം പറയുവാൻ നിങ്ങളുടെയായി തീർന്നു. ഇവിടെയെല്ലാം ഇറങ്ങിച്ചെന്ന ദൈവത്തിന്റെ കയ്യാണ്.
ശത്രുവിന് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ശത്രുവിന് പല പദ്ധതികളുണ്ടായിരുന്നു. അതിനെല്ലാം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നമ്മെ വിടുവിച്ച കൃപക്കായി നമ്മെ ശ്രദ്ധിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്ത് ചെയ്തു? പത്രോസിനെ ദൈവം വിടുവിച്ചു. ആ കയ്യുടെ മകിട്ടം പത്രോസിന് അറിയാം. അതുകൊണ്ടാ പത്രോസ് പറയുന്നത് അവന്റെ ബലമുള്ള കരങ്ങളിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. ആ ബലമുള്ള കയ്യെ ഓർക്കുന്ന സ്വപ്നം ചെയ്താൽ അമൃതായിലെ ഡോക്ടർ പറയും ഞങ്ങളുടെ കയ്യ ബലഹീനമാണ്. മെഡിക്കൽ സയൻസ് ബലഹീനമാണ്, വെന്റിലേറ്റർ ബലഹീനമാണ്. ബലഹീനമാകുന്ന സ്ഥാനത്ത് യഹോവയുടെ കരം അപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തെയോ നമ്മൾ ശ്രദ്ധിക്കാം. ആവർത്തന പുസ്തകം അതേ 33-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, ഇതേ ശാശ്വതമായ ഭുജമുണ്ട്, ശാശ്വതമായ ഭുജം കീഴിലുണ്ട്. ആ കരമാ താങ്ങിയത്. ഈ ഈയുടെ പ്രദേശത്ത് എന്തിയോടതിനെ നിർത്തിയത് താങ്ങിയത് ആ കരമാണ്. നമ്മുടെ കഴിവല്ല, വിദ്യാഭ്യാസ യോഗ്യതയല്ല, രക്ഷതയല്ല, അതിനപ്പുറമായിട്ടൊരു കരമുണ്ടായിരുന്നു. ആ കരത്തെ ഓർത്താൻ നാം ദൈവത്തെ സ്തുതിക്കുന്നത്, അവന്റെ വിശ്വസ്തയെ ഓർത്താൻ നാം ദൈവത്തെ സ്തുതിക്കുന്നത്, അവന്റെ കരുണയെ ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നത്. Praise the Lord, praise the Lord, praise the Lord, praise the Lord. അല്ലെങ്കിൽ ആ ബലമുള്ള കരങ്ങളിലാണ് താണിരിക്കുന്നത്. താണിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എനിക്ക് വല്ലതും ഉണ്ടെന്ന് നാം ചിന്തിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുന്നില്ല. Praise the Lord. താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, താണിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ കയ്യെ ഇറങ്ങി വരുവാൻ നമ്മുടെ ആയിത്തീരും. Praise the Lord. നോക്കിക്കാതെ 60-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യും? വാലക്കൈകൊണ്ട് ഉത്തരവല്ലെന്ന ദൈവമാണ്. പ്രിയമുള്ളവർ ചെയ്യാൻ പോകുകയാണ്, വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. വിടുവിക്കേണ്ടതിന് ദൈവത്തിന്റെ വാലങ്കൈകൊണ്ട് ഉത്തരവല്ലെന്ന ദൈവം. ആ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Praise the Lord. Praise the Lord. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം വൈകിയെത്തുകയില്ല, വൈകിയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. Praise the Lord. നീ പ്രാർത്ഥിച്ച വിഷയമാണോ, നീ ഏൽപ്പിച്ച വിഷയമാണോ, ഉപവസിച്ച വിഷയമാണോ, ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച വിഷയമാണോ, അതിലൊരു മറുപടി നൽകുവാനോളം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് 15 വർഷമായി പ്രാർത്ഥിച്ച് ഇതിന് മറുപടി കിട്ടാത്ത വിഷയമുണ്ട്, എന്നാൽ അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. Praise the Lord. ഏലിയാ പ്രവാചകൻ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 7-ാമത്തെ പ്രാവശ്യം ഒരു കൈ കണ്ടു. എന്താ? കൈപ്പത്തിയോളം ഉയർന്നിരിക്കുന്ന ഒരു മേഘം. 1-ാം പ്രാവശ്യം അത് കണ്ടില്ല, 2-ാം പ്രാവശ്യം കണ്ടില്ല, 3-ാം പ്രാവശ്യം കണ്ടില്ല. ചില വിഷയങ്ങൾക്ക് വേണ്ടി 7 പ്രാവശ്യം പ്രാർത്ഥിച്ചേക്കുകയുള്ളൂ, ചില വിഷയത്തിന് വേണ്ടി 7 ദിവസം പ്രാർത്ഥിച്ചേക്കുകയുള്ളൂ, ചില വിഷയത്തിന് വേണ്ടി 7 മാസം പ്രാർത്ഥിച്ചേക്കുകയുള്ളൂ, ചില വിഷയത്തിന് വേണ്ടി 7 വർഷം പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. എന്നാൽ ഉയർന്ന ഒരു കൈപ്പത്തിയോളം ഉയർന്നിരിക്കുന്ന ഒരു മേഘം കണ്ടു. ഈ കൈപ്പത്തിയോളം ഉയർന്ന മേഘം ഒന്നും പെയ്യാനില്ല, ഭൂമിയിൽ വരാൻ വേണ്ടി ഒന്നുമില്ല. എന്നാൽ അത് സാധാരണ മേഘമല്ല, അത് ദൈവത്തിന്റെ കയ്യാണ്. ആ കയ്യെ ഓർക്കുന്ന സ്വത്രം ചെയ്യാം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കയ്യ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരം, ദൈവത്തിന്റെ ആ വലങ്കരം, ദൈവത്തിന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം. ഹല്ലേലൂയ.
ദൈവത്തിന് എല്ലാ വിശ്വസ്തയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. 136 സങ്കീർത്തനത്തിന്റെ 12 വാക്യം നോക്കിയാട്ടെ. 136:12. ആ കൈ എങ്ങനെയുള്ള കയ്യാ? ബലമുള്ള കയ്യാ. 118 സങ്കീർത്തനത്തിന്റെ 16-17 വാക്യം നോക്കിയാട്ടെ. 18 സങ്കീർത്തനം, 118 അല്ല, 18 സങ്കീർത്തനത്തിന്റെ 16-17 വാക്യങ്ങൾ. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ എന്ത് ചെയ്യുന്നു? വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 11-ാം വാക്യം, 12-ാം വാക്യം. ഈ ഭുജത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? കുഞ്ഞാടുകൾ എന്ത് ചെയ്യുന്നു? ഓ ഹാലെ, വഹിക്കുന്ന ഭുജമാ. ഹാലേലിയ, ബലഹീനമായതിനെ വഹിക്കുന്ന കയ്യാ. ആ കയ്യ് ഇന്ന് പകൽവേളയിൽ ദൈവത്തിന് സ്തോത്രം. ബലമുള്ളതിനെയല്ല, ബലഹീനമായതിനെ വഹിക്കുവാൻ ആ താങ്ങുന്ന കരമുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ സ്തോത്രം. ആ കയ്യെക്കുറിച്ച് 12-ാം വാക്യത്തിൽ പറയുന്നത് തന്റെ ഉള്ളം കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ ആ കൈയുടെ വലിപ്പം നോക്കിയോണം. ഉള്ളം കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു? വെള്ളം അളക്കുന്നു. പിന്നെ ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുന്നു. അടുത്തത് ഭൂമിയിലെ പൊടി നാഴിയിൽ പൊളിക്കുന്നു. അടുത്തത് പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ കരത്തിന്റെ വലിപ്പം നോക്കണം. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് കൈ നീട്ടിയാൽ ഹാലിയെ താണതിനെ രക്ഷിക്കുവാൻ കഴിയുന്ന അത്രയും നീളമുള്ള കയ്യ. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനം നാം വായിക്കുന്നുണ്ട്. അവൻ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അവന്റെ ആലോചനയാൽ എന്നെ നടത്തും. പിന്നത്തേതിൽ എന്ത് ചെയ്യുന്നു? മഹത്വത്തിലേക്ക് ചേർത്ത് കൊള്ളുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ബലമുള്ള കരങ്ങളിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. ദൈവത്തിന്റെ കാലിന്റെ വലിപ്പമോ? സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണെങ്കിൽ ഭൂമി അവന്റെ വാദപീഠമോ? ഹല്ലേലൂയ. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ യാതൊരു ശക്തിക്കും കഴിയുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 49-ാം അധ്യായം ദൈവത്തിന്റെ സ്തോത്രം നാം ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ നമ്മെ എന്ത് ചെയ്തിരിക്കുക? ഉള്ളം കൈയിൽ എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും ഭംഗിയായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം നമ്മുടെ കൈയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഉള്ളം കൈയിൽ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മെ വരച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വര നമ്മൾ കഴുകിയാലും ഇത് കമഴ്ത്തിയാലും ഒന്നും എന്ത് ചെയ്യത്തില്ല, പോകിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലെ നാം അവന്റെ ഉള്ളം കൈയിൽ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, ഞാൻ അവന്റെ ഉള്ളം കൈയിൽ ഇരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കയ്യിലായിരിക്കുന്നവർക്ക് ഓർത്ത് ദൈവത്തിന് സ്തുതിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം. പ്രൈസ് ദി ലോർഡ്. യേശു എന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. അവന്റെ കരങ്ങളിൽ അവൻ എന്നെ വഹിക്കുന്നു. അവന്റെ കരങ്ങളിൽ അവൻ എന്നെ താങ്ങുന്നു എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതലായ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗത്ത് നാം കാണുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രൂശിലെ മരണം അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവം ചെയ്തു അവനെ ഏറ്റവും ഉയർത്തി. എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ പുത്രൻ സമർപ്പിച്ചപ്പോൾ പുത്രനെ ദൈവം ചെയ്തു എല്ലാ നാമത്തിലും മേലായ നാമം നൽകി ദൈവത്തെ അനുഗ്രഹിക്കുവാൻ കൊണ്ടപടിയായി തീർന്നു. ഇതിനാവരെ ആ ബലമുള്ള കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്ര ബലമുള്ള കൈ നമുക്ക് വേണ്ടി ചലിപ്പിക്കുവാൻ ഇടയായി തീരും. എത്ര പേർക്ക് വിശ്വാസത്തോടെ
സ്തോത്രം, സ്തോത്രം. കരം അത്ഭുതത്തിന്റെ കരമായി ശക്തിയുടെ കരമായി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന കരമാണ് ദൈവത്തിന്. സ്തോത്രമാണ്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് വേണ്ടിയുള്ളവയും. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. ആ കർത്താവ് എന്ന് സ്തുതിച്ചാട്ടെ. കരുതുന്ന കർത്താവ് എന്ന് സ്തുതിച്ചാട്ടെ. പ്രവർത്തിക്കുന്ന കർത്താവ് എന്ന് സ്തുതിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ രണ്ടുപേരുടെ നിലവിളി നമുക്ക് കാണുവാൻ കഴിയും. ആഗാർ നിലവിളിക്കുന്നു, മകന്റെ മരണം എനിക്ക് കാണുവാൻ വയ്യ. മകൻ നിലവിളിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, എനിക്ക് മരുഭൂമിയിൽ വെള്ളമില്ല, എനിക്ക് മരുഭൂമിയിൽ ആഹാരമില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും രണ്ട് വിഷയത്തിന് വേണ്ടിയാണ് നിലവിളിക്കുന്നത്. എന്നാൽ രണ്ടുപേരുടെ രണ്ട് വിഷയങ്ങൾക്ക് മറുപടി അപ്പോൾ തന്നെ അവിടെ തുറന്നു തന്നു. ഇന്ന് രാവിലെ നിലവിളിക്കുന്ന വിഷയത്തിന് മുമ്പിൽ ഒരു പരിഹാരമുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ് ദൈവത്തിന്റെ സ്തോത്രം. ഇനി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതേ അബ്രഹാമിന് ദിവ്യ എണ്ണപ്പാടുണ്ടായിട്ട് മകനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ സ്തോത്രം, മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, അകത്തുള്ള ആടെവിടെയാണ്? അപ്പനറിയാം. സ്തോത്ര. ചോദ്യത്തിന്റെ മറുപടി നല്ലതുപോലെ അറിയാം. എന്താ അപ്പന് പറയാനുള്ളത്? പറയാൻ ഈ സ്തോത്രം സത്യം പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ഹോമയാഗത്തിനോട് ആട് വേറെ ഒന്നുമല്ല മോനി, നീയാണ്. ഇത് പറഞ്ഞാൽ മതി, യാഗം നടക്കത്തില്ല. സ്തോത്രം. കാരണം ഈ വിറകെല്ലാം ആ മലയിൽ എറിഞ്ഞ് മകൻ എന്റെ മമ്മിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടം ഓടിയാൽ പിന്നെ വീട്ടിൽ വന്ന് നിർത്തുകയുള്ളൂ. എന്നാൽ അബ്രഹാം യാഗത്തിന് വേണ്ടി പുറപ്പെട്ടെങ്കിൽ എന്ത് തടസ്സം വന്നാലും അത് നിവർത്തിക്കുവാനുള്ള തയ്യാറെടുപ്പോടെ അബ്രഹാം കടന്നു പോകുന്നത്. അബ്രഹാം പറഞ്ഞു, മകനേ, യഹോവ കരുതിക്കൊള്ളു. മോറിയായിൽ യഹോവ പറഞ്ഞ സ്ഥാനത്ത് യാഗപീഠം പണിത് സ്തോത്രം യാഗമായി മകനെ അർപ്പിച്ചുകൊണ്ട് കത്തിയെടുക്കുമ്പോൾ ഒരു വിളി കേട്ടു, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. കരുതിയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയാക്കി തീർന്നു. ഒരു തരത്തിലും യാഗം മുടങ്ങരുത് എന്ന് തീരുമാനിച്ച പ്രൈസലോട് യാഗം അർപ്പിച്ച അബ്രഹാമിന് വേണ്ടി കരുതിയ ഒരു ദൈവം രാവിലെ പ്രൈസലോട് നീ സമർപ്പണത്തോടെ യാഗം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രൈസലോട് എനിക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആ നിമിഷം തന്നെ വെളിപ്പെടുവാൻ കൗണടയായി തീരും. കൃപയോർമ്മ ദൈവത്തെ സ്തുതിക്കാം. അതേ പ്രൈസലോ പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുണവനാകയാൽ സകല ചിന്താകുലവും അവന് വേറിട്ടുകൊള്ളി. സകല ചിന്താകുലവും ഇടുവാൻ കഴിയുന്ന ഒരു ഇടമാണ് നമ്മുടെ കർത്താവിന്റെ സന്നിധാനം. ദൈവങ്ങളുടെ ഓർമ്മ ദൈവത്തെ സ്തുതിച്ചാണ് ദൈവമക്കളെ. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രൈസലോട് അതേ പ്രൈസലോട് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തയ്ക്കായും നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വണ്ണം കഴിയും. പ്രൈസലോട്. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നു, എനിക്കായി കരുതാമെന്ന് ഉറച്ചവനെ. പ്രൈസലോട്. നമുക്ക് വേണ്ടി കരുതാമെന്ന് ഉറച്ച നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്ന് പകൽവേളയിൽ ഏതെല്ലാം ഭാരത്തോടെ, ഏതെല്ലാം പ്രതിസന്ധിയോടെ കടന്നു വന്നിരിക്കുന്ന ഓരോരോ വിഷയങ്ങളുടെ മുമ്പിലും പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ആ വലിയ കരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 43 വർഷങ്ങളിൽ പ്രതിസന്ധികൾ, മരണത്തിന്റെ താഴ്വരകൾ ഒക്കെ കടന്നു വന്ന വേണ്ടി അവിടെയെല്ലാം ദൈവം നിർത്തിയ, ദൈവം കരുതിയ, അവനെല്ലാം കരുതലിനായും അവനെല്ലാം വിശ്വസ്തയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രൈസ് ദി ലോർഡ് എന്റെ കുടുംബത്തിന്റെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളെയും പ്രവർത്തനങ്ങളെയും ശുശ്രൂഷയും ഓർത്ത് ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെയും സഹായിക്കുമാറാകട്ടെ.